നമസ്കാരം, ഞാൻ രാകേഷ് ജി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നമ്മളൊരു വലിയൊരു അൺബോക്സിങ്ങിലാണ്. അതായത് യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ, അതായത് ഒരു അൺബോക്സിങ് എന്ന് പറയുന്നതിൽ ഓൺലൈൻ പർച്ചേസിൽ, അതായത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും വലിയൊരു ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച് റേറ്റ് ഉള്ളൊരു ഐറ്റം. അതാണ് ഞാൻ ഇന്നിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഞാൻ യൂട്യൂബിൽ ആദ്യം തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ എടുക്കണം എന്നാഗ്രഹിച്ച ഒരു വസ്തുവാണിത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഉടനെ എടുക്കണം എന്ന് പ്ലാനുണ്ട് എന്ന് പറഞ്ഞൊരു സാധനമല്ല, ഒരു വെറൈറ്റി സാധനം. അപ്പം നമുക്ക് ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പം നമുക്കിവനെ ഒന്ന് തകർക്കാം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ആമസോണ്, പിന്നെ എന്തോ ബാറ്ററി ഉള്ള ഐറ്റമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു ലോഗോ കാണുമ്പോഴത്തേക്ക്. അതെ, എല്ലാവർക്കും കാണാം. ഈ ഒരു സാധനം കാണുമ്പോൾ അറിയാം ബാറ്ററി എന്തോ ഉള്ളൊരു ഐറ്റമാണ്. എന്തോ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ സിസർ വെച്ച് നമുക്കിവനെ ഓക്കെ, ഈ ടേപ്പിൻ്റെ ഇടയ്ക്ക് കയറി പിടിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവനെ എടുത്തു. ഫ്രണ്ടും ബാക്കും ഒക്കെ കൊണ്ടുപോകാം. ഏതായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് സംഭവം. ഇതേ ഇതിനെ ഇങ്ങനെ അഴിച്ചു. അയ്യവ, അപ്പോൾ നമ്മുടെ ഐറ്റം എടുക്കാൻ പോവാം ഈ കൂട്ടിനകത്ത് നിന്ന് കേട്ടോ. ചുമ്മാ കുറേ പേപ്പറൊക്കെ വെറുതെ എടുത്തിട്ടിട്ടുണ്ട്. യെസ്, നമ്മുടെ താരം വരാൻ പോവാണ്. ഇതാണ് നമ്മുടെ താരം. അപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ LUMIX G7 എന്ന് പറയുന്നൊരു മോഡലാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവർക്കും കാണാൻ സാധിക്കും. G7 എന്ന് പറയുന്നൊരു മോഡലാണ്. 4K വീഡിയോ റെക്കോർഡിംഗ് ഉള്ള മോഡൽ. അത്യാവശ്യം എന്നാ പറയുന്നത്, ബിഗിനേഴ്സായിട്ടുള്ള എല്ലാ യൂട്യൂബിലുള്ള ആൾക്കാരും മിക്കവാറും വാങ്ങുന്ന ഒരു ഐറ്റമാണിത്. എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സോണി ഭയങ്കര ഇഷ്ടമാണ്. സോണി എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു ലെവലാണ്. സോണി എന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സോണി എന്നുള്ളൊരു കാഴ്ചപ്പാട്. എല്ലാവർക്കും അറിയാം എനിക്ക് സോണിയോടുള്ളൊരു ക്രേസ് എന്നാന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്രേസ് കാരണം സോണി തന്നെ ഞാൻ തപ്പിപ്പോയി, സോണി തന്നെ എടുത്തു. അപ്പം ഈ ഒരു ക്യാമറ എടുക്കാനായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു പ്ലാൻ. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈ ഒരു ക്യാമറ. ഇതിൻ്റെ പ്രൈസിങ് ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇതിൽ കൊടുത്തിരിക്കുന്ന 54,990 കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 54,990 ഇത് മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് 2021. അപ്പം ഈ ഒരു ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ ഓൺലൈനിൽ ഇപ്പം പ്രൈസ് നിലവിൽ കിടക്കുന്നത് 39,990 കിടക്കുന്നത്. ഞാൻ പറയുന്ന ഏറ്റവും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യാത്ത, കാരണം ഓൺലൈനിൽ പല റിവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പലരുടെയും റൈറ്റിംഗ്, അതായത് പലരും യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് നല്ലൊരു ക്യാമറ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ആ ഒരു ബഡ്ജറ്റിൽ. നമുക്ക് ഏതായാലും ഇവനെ ഒന്ന് പൊളിക്കാം. അത് ഇതിൻ്റെ പുറത്തുള്ളൊരു കവറൊന്ന് ജസ്റ്റ് ഒന്ന് അഴിക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് നമ്മളിങ്ങനെ ഒന്ന് കളയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളി സാധനം വന്നിരിക്കുകയാണ്. ഇതിനകത്ത് 2 years വാറണ്ടി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. കാണാമല്ലോ അല്ലേ? ഓക്കെ, 2 years വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ജസ്റ്റ് 2-3 കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇത് 16 മെഗാപിക്സൽ വരുന്നുണ്ട്. പിന്നെ ഫുൾ ലൈൻ HD ആണ് വരുന്നത്. പിന്നെ ഇതിന് ആർട്ടിക്കുലേറ്റഡ് LCD ആണുള്ളത്. നമുക്കിപ്പോൾ തുറക്കുമ്പോൾ ഒന്ന് കാണാം. 6 frames per second, അതായത് ഒരു സിംഗിൾ ഷോട്ടിൽ 6 frames per second നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ പനോറമിക് ഷൂട്ടും കാര്യങ്ങളൊക്കെ അത് നോർമലായിട്ടുള്ള ബിൽറ്റ് ഇൻ ഫ്ലാഷാണ്. വൈഫൈ ഉണ്ട്, വയർലെസ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. പിന്നെ ടച്ച് ഓട്ടോ ഫോക്കസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവനൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ നൈഫ് നമുക്കൊന്ന് തകർത്തേക്കാം. ഓക്കെ, ഇതിൻ്റെ പുറമേ നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. പിന്നെ ബാക്കി വേറെ ഒന്നും ഇതിനകത്ത് പറയുന്നതായിട്ട് എനിക്ക് ബാക്കിയുള്ളതൊക്കെ നോർമൽ ആസ് യൂഷ്വൽ നമ്മളൊരു ക്യാമറ എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. ഏതായാലും നമുക്ക് തുറക്കാം. തുറന്നിട്ട് ഇതിനകത്ത് ഉണ്ടാക്കിയാന്നുള്ള ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോക്സ് തുറന്നിരിക്കുകയാണ്.
ആദ്യത്തെ കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു CD വരുന്നുണ്ട്. ഈ CD ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള CD ആണ് ഇതിനകത്ത് വരുന്നത്. അതൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റിയിരിക്കട്ടെ. ബാക്കി നമ്മൾ തുറക്കുകയാണ്. മെയിൻ ക്യാമറ നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ആദ്യം നമുക്ക് ഇതൊക്കെ എടുക്കാം. കാരണം ക്യാമറയാണ് എല്ലാവരും ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് അതിൻ്റെ ഹുഡ് കവറാണ് ലെൻസിൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പം വെയിലിൻ്റെ ആ ഒരു ഇത് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി, അതായത് ലൈറ്റ് ഡയറക്റ്റ് ഇതിലോട്ട് ലെൻസിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവരെ നമ്മളിങ്ങോട്ടൊന്ന് മാറ്റി അടുത്ത് നമ്മുടെ ലെൻസ് എടുക്കുകയാണ്. എല്ലാവർക്കും കാണാം, ഒരു കുഞ്ഞ് ലെൻസാണ്. 14-42 mm വരുന്നൊരു സ്മോൾ ലെൻസാണ് നമുക്ക് ഈ കാണുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും വ്യക്തമായിട്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്ക് കവർ ഇപ്പോൾ എല്ലാവരും കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലെൻസ്. ഓക്കെ, അപ്പോൾ ഇവനെ നമ്മൾ തൽക്കാലം ഈ സൈഡിലോട്ടൊന്ന് വെക്കുകയാണ്. നെക്സ്റ്റ് വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു USB കേബിൾ വരുന്നുണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റും. ആ USB കേബിൾ വരുന്നത് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണ്. അതും ഞാനിവിടെ നിന്ന് സൈഡിലോട്ട് വെക്കുകയാണ്. പിന്നെ ഒരു USB വരുന്നുണ്ട്. അത് നമ്മുടെ ചാർജർ പോർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കൺഫേം ആക്കിയേക്കാം. യെസ്, ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. പാനസോണിക്കിൻ്റെ തന്നെയാണ് വരുന്നത്. പാനസോണിക്കിൻ്റെ ഇതിന് വരുന്ന 5 വോൾട്ട് ആണ്. 1.8 ആണ് ആംബിയർ ഔട്ട്പുട്ട് വരുന്നത്. പാനസോണിക്കിൻ്റെ തന്നെ ചാർജറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ G7 പാനസോണിക് കമ്പനിയുടെയാണ്. ഞാൻ വ്യക്തമാക്കാൻ വിട്ടുപോയൊരു കാര്യം. അപ്പം ചാർജറും അതിൻ്റെ ഒരു കേബിളും കൂടി ഞാനിവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ബാറ്ററി കേസ്. ചെറിയൊരു ബാറ്ററിയാണ്. നമ്മുടെ സോണിയുടെയൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ വലുപ്പമുള്ള മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അതിൻ്റെ വോൾട്ട് വരുന്നത് 7.2 വോൾട്ടും 1200 mAh ആണ് വരുന്നത്. 1200 mAh ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ അതും നമ്മളൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അടുത്ത് വരുന്ന ഇതിൻ്റെ ചാർജറാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു മോഡൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ബാറ്ററി ഊരി ഈ ഒരു ബോക്സിലോട്ട് ഇട്ട് വേണം ചാർജ് ചെയ്യേണ്ടത്. അതും ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർജർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിന് 5 വോൾട്ട് കൊടുക്കേണ്ടതാണ് ആ കേബിള്. അതും കൂടെ നമുക്കിപ്പം വ്യക്തമായിട്ട് ഞാൻ എല്ലാവരെയും കാണിക്കാം. എന്നാൽ ഇതും ഈ കവറിൽ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഇതെല്ലാം കവറിലോട്ട് തന്നെ ഇട്ട് എല്ലാ ഐറ്റംസും സൈഡിലോട്ട് വയ്ക്കാം. ഓക്കെ, അതും അവിടെ വെച്ചു. ഇനി ബാക്കിയുള്ളതെന്ന് പറയാനായിട്ട് നമ്മുടെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഈ സ്ട്രാപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ സൈഡിലോട്ട്, അതായത് നമ്മുടെ തോളിലോട്ട് തൂക്കിയിടാനോ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് LUMIX G എന്ന് പറഞ്ഞ മോഡലിൽ തന്നെ ആ ഒരു വേരിയൻറ്റിൽ തന്നെയാണ് ഇതിന് വരുന്നത്. അതും നമുക്ക് പതുക്കെ ഒന്ന് മാറ്റി ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രധാന സംഗതി. ഒട്ടും വെയിറ്റ് ഇല്ല, തീരെ വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ല. ജസ്റ്റ് ഞാൻ ക്യാമറ ഒന്ന് താഴോട്ട് ഈ ബോക്സും താഴോട്ട് വെച്ചേക്കാം. അയച്ചോടാ, ഇതാണ് നമ്മുടെ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ സാധനം. ഞാനും നല്ലപ്പോഴാണ്, ഫസ്റ്റ് ടൈമാണ്. നല്ലപ്പോഴെന്ന് പറഞ്ഞാൽ എന്നോട് ഒരാൾ ചോദിച്ചു ഇതെന്നെ ഈ നല്ലപ്പോഴെന്ന്. ഫസ്റ്റ് ടൈം എന്നാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ ഞാനിങ്ങനെ ഒന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് നോക്കുന്നത്. ആർട്ടിക്കുലേറ്റഡ് സ്ക്രീൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിലൊന്ന് തുറക്കാം. നമുക്ക് എല്ലാവരും മുമ്പ് വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. യെസ്, ഇതാണ് സംഭവം. ഇതിൽ നമുക്കൊരു ബെനിഫിറ്റ് എന്നാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തിരിക്കാം, ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിങ്ങനെ വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഏതൊരു പൊസിഷനിൽ വേണ്ടത് നമുക്ക്, അതായത് ഈ ഒരു പൊസിഷൻ മാത്രമേ നമുക്കിതിനകത്ത് കിട്ടുന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല തിരിഞ്ഞ് നമുക്ക് ഇതുവരെ കിട്ടും. പിന്നെ ഇത് ഇത്രയും കിട്ടുന്നുണ്ട്. അതായത് ഒരു 180 അല്ല, അതിൽ കൂടുതൽ നമുക്ക് ടിൽറ്റ് കിട്ടുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലാഷ് യൂണിറ്റ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്ലാഷ് വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. അത് ഞാൻ ഇതിൻ്റെ റിവ്യൂസ് നോക്കിയപ്പോഴേക്കും മെമ്മറി കാർഡ് ഇല്ലെന്നുള്ളൊരു കാര്യം കൺഫേം ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊരു മെമ്മറി കാർഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെൻസ് ഇടേണ്ട ഭാഗം ഇതാണ്, എല്ലാവർക്കും അറിയാം. അപ്പം ലെൻസ് നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ലെൻസ് ഞാനൊന്ന് സെറ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ ഒരു റെഡ് മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെയും അതുപോലെ ഒരു റെഡ് മാർക്ക് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് കാണാൻ സാധിക്കും. ഈ റെഡും കൂടെ കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ഇത് റൈറ്റിലോട്ട് തിരിച്ചാൽ മതി. ഓക്കെ, ഒരു ലോക്ക് വീഴുമ്പോൾ ഒരു ടിക്ക് എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കും.
തീരെ വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഇല്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സോണി 6400 ആൽഫ 6400 എന്ന് പറയുന്ന മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. സോണി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അന്നും ഇന്നും എന്നും ഒരു ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡറി DSLR പോലത്തെ ഒരു ക്യാമറയുടെ അത്യാവശ്യമുണ്ട്. കാരണം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല ആംഗിളിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറയും കൂടെ പ്രിഫർ ചെയ്തത്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച ഒരു പ്രധാന കാര്യം. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതായത് നമ്മുടെ ബാറ്ററിയും SD കാർഡും ഫിക്സ് ചെയ്യേണ്ട ഭാഗം ഇതാണ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി ഒന്ന് ജസ്റ്റ് നമുക്ക് അതിനകത്ത് ഇടാം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇതാണ് നമ്മളിടുന്ന ബാറ്ററി. ആ ബാറ്ററിയുടെ പോയിൻറ്റ്സ് നോക്കുക. കാല് വരുന്ന ഭാഗം ഇങ്ങനെ തന്നെയാണ്. നേരെ താഴോട്ടിറക്കുക. ലോക്കേ വീണു. ഇനി ഇവനെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. മെമ്മറി കാർഡ് നമുക്ക് ഇടാം. ലോക്ക് ചെയ്തു. ഇതിൻ്റെ ഫോക്കസും ഇതിൻ്റെ സൂമും എല്ലാം മാനുവലാണ് വരുന്നത്. ഇതിന് മോട്ടോറുള്ള ടൈപ്പ് അല്ല. നമുക്കെല്ലാം കാണാൻ പറ്റുന്ന പോലെ ഇവിടുന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഫ്രണ്ട് റിങ്, ബാക്കിലത്തെ വരുന്നത് നമ്മുടെ സൂം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന മെമ്മറി കാർഡ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1625 രൂപയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ്. എനിക്കിത് 950 രൂപയ്ക്ക് കിട്ടിയതാണ്. നമ്മുടെ ക്യാമറ സ്കാനിൽ നിന്ന് എടുത്താൽ കോട്ടയത്തുള്ള. അവിടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സ്പീഡ് വരുന്നത് റീഡ് സ്പീഡും റൈറ്റ് സ്പീഡും ഉണ്ട്. റീഡ് സ്പീഡ് വരുന്നത് 95 MB/s റൈറ്റ് സ്പീഡ് 90 MB/s അപ്പം സ്പീഡ് ബേസ്ഡ് ആണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കാം. യെസ്, ഇതാണ് ആ മെമ്മറി കാർഡ്. എല്ലാവർക്കും കാണാൻ പറ്റും. ഈ മെമ്മറി കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ നിന്ന് അഴിച്ചെടുക്കുകയാണ്. ഇതിന് 2 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. അത് ഡെഡായാൽ മാത്രം പൊട്ടുകയോ കാര്യങ്ങളോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കിട്ടത്തില്ല. ഡെഡ് കണ്ടീഷനിലാണെങ്കിൽ മാത്രം നമുക്കതിന് വാറണ്ടി കിട്ടത്തുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ മെമ്മറി കാർഡ്സും അതുപോലെ തന്നെയാണ്. എക്സ്ട്രീം പ്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ മെമ്മറി കാർഡ് ഒന്ന് അഴിച്ച് നമുക്കിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. എല്ലാവർക്കും കാണാം മെമ്മറി കാർഡ്. ഇത് ഇടേണ്ട സ്ലോട്ട് ഇവിടെ താഴെയാണ്. ഞാൻ കാണിച്ചു തന്നതുപോലെ ഈ സ്ലോട്ട് നമ്മളൊന്ന് തുറന്നു. എന്നിട്ട് ഈ മെമ്മറി കാർഡ് ഇടേണ്ട രീതി ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലാണത് വരേണ്ടത്. ഇങ്ങനെ യെസ്, ആ ഒരു സൈഡിൽ പടം കാണിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് തെറ്റത്തില്ല. ഇടുക, ലോക്ക് ചെയ്തു. യെസ്, ഇനിയിപ്പം ഇതിനകത്തൊരു എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടുള്ളത് സോണിക്കും ഉണ്ടായിരുന്ന പോലെ ഈ ഒരു ക്ലിപ്പ് ഇടുന്ന ഭാഗം ഇത് മെറ്റൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ഐറ്റമാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുലുങ്ങാനുള്ളൊരു ചാൻസ് കൂടുതലല്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റുക ഇപ്പോൾ തന്നെ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, അതായത് ബാക്കി ഇനിയിപ്പം ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യണം, ഓണാക്കി നോക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ ഏതായാലും ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് വർക്ക് ചെയ്യുന്ന രീതിയും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ നന്ദി, നമസ്കാരം.